യഥാർത്ഥത്തിൽ അത് സർക്കാരിൻ്റെ നടപടിയുമായി ബന്ധപ്പെട്ട് നടത്തിയ ഒരു ചർച്ചയിലെ ഒരു ഭാഗം മാത്രമാണ് അടർത്തിയെടുത്ത് പ്രചരിപ്പിക്കുന്നത് എന്നതാണ് വസ്തുത. അതിൽ സ്മൃതി പ്രേക്ഷകരോട് സംസാരിക്കും. പ്രതികരണങ്ങൾ എന്നല്ല പറയേണ്ടത്, ഒരുപാട് അവഹേളനം എന്നുള്ളതാണ്. അന്തസ്സില്ലാത്ത ഭാഷയിലുള്ള പ്രതികരണങ്ങൾ. അതിൽ മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി തൊട്ട് അർജുൻ നായങ്കി വരെയുള്ളവരുടെ നിലവാരമുള്ളതും നിലവാരമില്ലാത്തതുമായ ആ തലത്തിലേക്ക് കടന്നു പോകുന്ന പ്രതികരണങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. നമ്മൾ ആ ദുരന്തമുണ്ടായതിൻ്റെ തൊട്ടടുത്ത മണിക്കൂറിൽ അവിടേക്ക് പോയവരാണ്. ആ എഡിറ്റോറിയൽ ടീമിൽ ഞാനും ഉണ്ടായിരുന്നു. അവിടെ മൃതദേഹങ്ങൾ കൂട്ടിയിട്ടിരിക്കുന്ന ഇടത്ത് അവിടുന്ന് ഞങ്ങളുടെ ആരെങ്കിലും ആണോ എന്ന് തിരഞ്ഞു നോക്കുന്ന ആളുകളെ ഞാനും ശ്രീ ആൻഡ്രോയുമാണ് ആ ഭാഗത്ത് നടന്നു പോയത്. മരണത്തിൻ്റെ മണം ഇപ്പോഴും കണ്ണടച്ചാൽ നമുക്ക് കിട്ടും. അവിടെ കയ്യും കാലുമായി ബാക്കി വന്നവരും ഉണ്ടായിരുന്നു. വൈകാരികമായിട്ടാണ് അത് റിപ്പോർട്ട് ചെയ്തിട്ടുമുള്ളത്. നമ്മുടെ പ്രേക്ഷകർ അറിഞ്ഞോന്നറിയില്ല, റിപ്പോർട്ടർ ടിവിയിലെ സ്മൃതി പരുത്തിക്കാടില്ലേ, അവർക്കെതിരെ വലിയ സൈബർ അറ്റാക്കാണത്രേ. അതിനെതിരെ ഈ ജേർണലിസ്റ്റ് അസോസിയേഷനും പിന്നെ ഈ റിപ്പോർട്ടർ ടിവിയുടെ മുതലാളിയും പോലീസിൽ പരാതി കൊടുത്തിരിക്കുകയത്രേ. DGPക്ക് പരാതി കൊടുത്തിരിക്കുക. വലിയ തോതിലുള്ള അവഹേളനവും പരിഹാസവും ഒക്കെ റിപ്പോർട്ടർ ടിവിയിലെ സ്മൃതി പരുത്തിക്കാടിനെതിരെ നടക്കുന്നു. അതുകൊണ്ട് അതിൽ ഇടപെടുകയും അവർക്കെതിരെ നടപടി എടുക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കേസ് കൊടുത്തിരിക്കുന്നു അത്രേ. സൈബർ വെട്ടുകിളിക്കൂട്ടം എന്തിനാണ് നമ്മുടെ സ്മൃതി പരുത്തിക്കാടിനെ ഈ വിധത്തിൽ ഉപദ്രവിക്കുന്നത്? നോക്കൂ, അവരിരുന്ന് കരയുന്ന കണ്ടില്ലേ, അവർ ആ സങ്കടം പറയുന്നത് കണ്ടില്ലേ? ആ ചൂരൽമല ദുരന്ത സമയത്ത് അവരവിടെ പോയി കണ്ട കാഴ്ചകളും അവരന്ന് വേദനിച്ച വേദനയുടെ ഒരു ബഹുസ്ഫുരണമാണ്. ഇപ്പോൾ അവർക്ക് ആ വാക്കുകൾ കിട്ടാതെ അവർ ഇരുന്ന് സങ്കടപ്പെട്ട് പറയുന്നത് കേട്ടില്ലേ? ആരുടെയും കരളലിയിപ്പിച്ചു പോകും. തെരഞ്ഞെടുപ്പിന് മുൻപ് മുഖ്യമന്ത്രിയെ കാണാൻ വരിക, എന്നിട്ട് നമിക്കുക, കാലിൽ തൊട്ട് വന്നിക്കുക, എന്നിട്ട് വരൂ. ഇതാണ് സ്മൃതി പരുത്തിക്കാട് ചെയ്ത തെറ്റ്. ചൂരൽമലയിലെ ദുരന്തബാധിതരെ നമ്മളാരും മറക്കില്ലല്ലോ. അവർക്ക് അന്തിയുറങ്ങാനായി ഒരു കിടപ്പാടവും ഒരു കൂരയും ഈ അടുത്ത കാലത്ത് കൽപ്പറ്റ ടൗൺഷിപ്പിൽ ഉണ്ടായത് നമ്മൾ കേട്ടതാണല്ലോ. അതിൻ്റെ നന്ദി അറിയിക്കാനായിട്ട് മുഖ്യമന്ത്രിയെയും മന്ത്രി രാജനെയും കണ്ട് നന്ദി അറിയിക്കാനും അവരുടെ വീടുകളിലെ പാല് കാച്ചലിന് ക്ഷണിക്കാനുമായിട്ടാണ് ആ 10-13 പേരടങ്ങുന്ന ആ ദുരന്തബാധിതരായ സംഘം ആ തെരഞ്ഞെടുപ്പ് വേളയായിരുന്നു, കേരളത്തിലെ പ്രചരണ പരിപാടിയിലായിരുന്നു, മുഖ്യമന്ത്രിയെയും മന്ത്രി രാജനെയും കാണുകയും ക്ഷണിക്കുകയും ചെയ്തു. ഇതൊട്ടും നമ്മുടെ സ്മൃതി പരുത്തിക്കാടിന് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇതൊരു രാഷ്ട്രീയ നാടകമാണെന്നാണ് നമ്മുടെ ഈ സ്മൃതി പരുത്തിക്കാടിൻ്റെ അഭിപ്രായം. ഒരു അഭിപ്രായം ഒരു പക്ഷേ സ്മൃതി പരുത്തിക്കാടിന് വ്യക്തിപരമായിട്ടുണ്ടാവാം. പക്ഷെ ഒരു ചാനലിലിരുന്ന് ഒരു അവതാരക എന്നുള്ള നിലയ്ക്ക് അതിലെ ആ നാടകത്തിലെ പ്രധാന കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത് ആ ദുരന്തബാധിതരായ മനുഷ്യരാണ്. മുഖ്യമന്ത്രിയോ രാജനോ അതിന് ചില കരുക്കളായി എന്നേ ഉള്ളൂ. അവരുടെ കടമയാണ് എവിടെ ദുരന്തമുണ്ടായാലും അവിടുത്തെ മനുഷ്യരെ ചേർത്ത് പിടിക്കുകയും അവരെ പുനരധിവസിപ്പിക്കുകയൊക്കെ ചെയ്യേണ്ടത് ഒരു സർക്കാരിൻ്റെ ചുമതലയാണ്. അത് നികുതിപ്പണം കൊണ്ടാണെന്ന് എല്ലാവർക്കും അറിയാം. ആ നികുതിപ്പണം വാങ്ങിയാൽ മാത്രം പോരല്ലോ, അത് വേണ്ട വിധത്തിൽ പൊതുജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന വിധത്തിൽ ഇങ്ങനെ ദുരന്തമുണ്ടാകുമ്പോൾ കൃത്യമായും അത് ചെയ്യാനുള്ള മനസ്സ് കാണിക്കുന്ന ഒരു സർക്കാർ ഉണ്ടാവണമല്ലോ. അതിന് നല്ലൊരു നേതൃത്വം വേണമല്ലോ. ആ നേതൃത്വത്തിന് നല്ലൊരു മനസ്സ് വേണമല്ലോ. അങ്ങനെ ഒരു മനസ്സുള്ള മന്ത്രിയെ ഇവർ പോയി കണ്ടതിൽ എന്താ തെറ്റ്? അതിലെന്ത് നാടകം കളിക്കാനാണ്? അതിൽ നാടകമുണ്ടെന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ആ ദുരന്തബാധിതരെ വേദനിപ്പിച്ചിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ആ ദുരന്തബാധിതരോടൊപ്പം ദിവസങ്ങളോളം കഷ്ടപ്പെട്ട കുറേ മനുഷ്യരെ ഈ വാക്കുകൾ വേദനിപ്പിച്ചിട്ടുണ്ടാകാം. ആ വേദന കൊണ്ട് അവർ പ്രതികരിക്കുന്നുണ്ടാവാം. എന്നാലും നമ്മുടെ മേഡം പറയുന്നതിൽ ഒരല്പം കാര്യമില്ലേ? ഈ തരത്തിൽ വ്യക്തിപരമായി അധിക്ഷേപിക്കേണ്ടതാണോ എന്ന ചോദ്യം ബാക്കിയുണ്ട്. അതിന് നമ്മുടെ മേഡത്തിന് എന്താ പറയാനുള്ളതെന്ന് കേട്ടു നോക്കാം. ചാനൽ എന്ന നിലയ്ക്ക് ചെയ്താണ് ഞാൻ സ്വന്തം നിലയ്ക്ക് പറയുന്നത്. ഞാൻ രാഷ്ട്രീയമായ പ്രതികരണമാണ് നടത്തിയത്. നോക്കൂ, സർക്കാർ ഒരു ദുരന്തം സംഭവിക്കുമ്പോൾ സർക്കാരിൻ്റെതായ ഭാഗമായി ചില കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അത് സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം നിറവേറ്റുക എന്നുള്ളത് അതൊരു ഔദാര്യം എന്ന മട്ടിൽ അവതരിപ്പിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഈ സഹായങ്ങൾ ചെയ്യുന്നു, ഇത്രയും ആളുകൾക്ക് വീട് വെച്ച് നൽകുന്നു, നമ്മൾ ഓരോരുത്തരും നൽകിയ തുകയാണ്, നമ്മൾ ഓരോരുത്തരും നൽകിയ സഹായമാണ്. ആ സഹായത്തിൽ വീടുകൾ ഉയരുമ്പോൾ ആ വീടുകൾ ഞങ്ങളിതാ തന്നു, ഞങ്ങളിതാ കൊടുത്തു എന്ന് ആവർത്തിച്ച് പറയുമ്പോൾ 1-2 തവണ പറയുന്ന പോലെയല്ല. ഏതെങ്കിലും ഒരു മന്ത്രിയെയും ഒരാളെ ചൂണ്ടിക്കാട്ടിയല്ല ഞാൻ പറയുന്നത്. ഈ ഒരു പൊതുവായ സമീപനത്തെയാണ് ഞാൻ പറയുന്നത്. ഭരണകൂടത്തിന്റെ സമീപനത്തെ ഞങ്ങൾ കൊടുത്തില്ലേ, ഞങ്ങൾ തന്നില്ലേ എന്ന് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സംവിധാനം അതൊരു ശരിയായ സമീപനമല്ല. അപ്പോൾ ഇവരൊക്കെ തന്നെയും ഞങ്ങൾക്ക് കിട്ടിയവരല്ലേ, ഞങ്ങൾക്ക് തന്നതല്ലേ എന്ന രൂപത്തിൽ അതൊരു കൈനീട്ടമായി
വാങ്ങുന്നു എന്ന രൂപത്തിൽ, അതല്ലെങ്കിൽ ഒരു സഹായം ഞങ്ങൾക്ക് കിട്ടിയതാണ് എന്നൊരു തോന്നലിലേക്ക് അവരെത്തുന്നതും ശരിയായ സമീപനമായി എനിക്ക് തോന്നുന്നില്ല. അവരുടെ അവകാശമാണ്, അവർ നന്നായി ജീവിച്ചവരാണ്, അവർക്ക് വീടുണ്ടായിരുന്നു, ഉറ്റവരുണ്ടായിരുന്നു. ഈ ദുരന്തത്തിൽ അതെല്ലാം നഷ്ടപ്പെട്ടവരാണ്. അപ്പോൾ അത് കൊടുക്കാൻ സർക്കാരിന് ബാധ്യതയുണ്ട്. സർക്കാരിന് ബാധ്യതയാണ് ഉള്ളത്. ആ ബാധ്യതയിൽ നിന്ന് മാറി അതൊരു ഔദാര്യം എന്ന സമീപനത്തിലേക്ക് മാറുന്നതിനെയാണ് ഞാൻ വിമർശിച്ചത്. അങ്ങനെയാണ് എനിക്ക് തിരഞ്ഞെടുപ്പിന് 2 ദിവസം മുമ്പ് ധർമ്മടത്തേക്ക് ഈ പറയുന്ന ദുരന്തബാധിതരായ കുറച്ചാളുകൾ അവിടേക്ക് പോയി മുഖ്യമന്ത്രിയോട് നന്ദി രേഖപ്പെടുത്തുന്നു എന്ന രൂപത്തിൽ കാണുന്നതിൽ രാഷ്ട്രീയമായിട്ട് മാത്രമേ എനിക്ക് കാണാൻ കഴിയുള്ളൂ. അത് തെരഞ്ഞെടുപ്പിന്റെ ഒരു സ്റ്റണ്ടായിട്ടാണ് ഞാൻ കണ്ടത്. അപ്പൊ അതാണ് പ്രശ്നം. നമ്മുടെ സ്മൃതി പരുത്തിക്കാടിന് അത് രാഷ്ട്രീയമായിട്ട് മാത്രമേ കാണാൻ കഴിയുള്ളൂ എന്നവര് വീണ്ടും ഈ പ്രശ്നമൊക്കെ ഉണ്ടായി കഴിഞ്ഞിട്ടും എന്ന് പറഞ്ഞാൽ ഇത്രയും അധിക്ഷേപങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞിട്ടും സ്മൃതി പരുത്തിക്കാട് മാഡം പറയുന്നത് അവർക്ക് തന്നെ രാഷ്ട്രീയമായിട്ട് മാത്രമേ കാണാൻ കഴിയുള്ളൂ എന്നാണ് പറയുന്നത്. ആ ദുരന്തബാധിതരായ മനുഷ്യര് മുഖ്യമന്ത്രിയെ പോയി കണ്ടത്, രാജൻ മിനിസ്റ്ററെ പോയി കണ്ടതൊക്കെ ഒരു നാടകമായും അല്ലെങ്കിൽ രാഷ്ട്രീയമായും മാത്രമേ കാണാൻ കഴിയുള്ളൂ എന്നാണ് അവർ പറയുന്നത്. മീഡിയയിലെ പത്രപ്രവർത്തകരൊന്നും തന്നെ വിമർശനത്തിന് വിധേയരല്ലേ എന്നൊരു സംശയം എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മുടെ രാഷ്ട്രീയക്കാരെ ആർക്ക് വേണമെങ്കിൽ എന്ത് വേണമെങ്കിലും പറയാം, ഏത് വിധത്തിൽ അപഹസിക്കാം, കളിയാക്കാം, അവരെ ബഫൂണാക്കി ചിത്രീകരിക്കാം, കാർട്ടൂണുകളിൽ വിമർശിക്കാം. അങ്ങനെ എന്തെല്ലാം നടന്നാലും ഈ വിധത്തിലൊന്നും അവർ പ്രതികരിക്കാറില്ല എന്നുള്ള, എല്ലാവർക്കും കയറി കൊട്ടാവുന്ന ഒരു വഴിയോരത്തെ ചെണ്ട പോലെയാണ് രാഷ്ട്രീയക്കാരെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളത്. പലപ്പോഴും അവരിതിനോട് പ്രതികരിക്കാറില്ല. ഇപ്പം മുഖ്യമന്ത്രിയായാലും ശരി, പ്രതിപക്ഷ നേതാവിനെ ആയാലും ശരി, മറ്റേതെങ്കിലും പാർട്ടിയുടെ നേതാക്കളെ ആയാലും ശരി, ഒരു ദിവസം 24 മണിക്കൂറും ഇവരെ പല വിധത്തിൽ അപഹസിക്കുന്നുണ്ട്. പക്ഷെ ചെറിയ തോതിൽ ഒരു സൈബർ അറ്റാക്ക് വന്നപ്പോഴേക്ക് പോലീസിൽ പരാതി കൊടുത്തു കഴിഞ്ഞു. ഒന്ന് ഈ ജേർണലിസ്റ്റ് അസോസിയേഷൻ, അവർക്ക് തീരെ സഹിച്ചിട്ടില്ല. പിന്നെ ഈ മുതലാളിക്ക് തീരെ സഹിച്ചില്ല. ഈ മുതലാളി തന്നെയാണ് ഇതിൻ്റെ ഉള്ളിൽ വിവിധ രാഷ്ട്രീയ ചായ്വുള്ള അവതാരകരെ പിടിച്ചിരുത്തിയിട്ട് ഇവരെ തമ്മിൽ തല്ലിച്ച് ഈ വ്യൂവർഷിപ്പൊക്കെ കൂട്ടിയിട്ട് 1-ാം നമ്പറാകാൻ വേണ്ടി മത്സരിക്കുന്നുണ്ട്. അദ്ദേഹം തന്നെ ഈ പോയി കേസ് കൊടുക്കാനും പറയുകയാണ്. അദ്ദേഹം തന്നെയാണ് ഇവരെ തമ്മിൽ കടിപിടി കൂടിപ്പിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതെന്തുമാകട്ടെ, അത് അദ്ദേഹത്തിൻ്റെ ബിസിനസ്, കാണേണ്ടവർ കണ്ടാൽ മതിയല്ലോ. അതുകൊണ്ട് അതിനെപ്പറ്റി നമ്മളിവിടെ തർക്കിക്കേണ്ട കാര്യമില്ല. ഇവിടുത്തെ വിഷയം അതല്ല. ചൂരൽമലയിലെ ദുരന്തത്തിനിരയായ കുറച്ചു പേര് ചെന്ന് തങ്ങളുടെ വീടിൻ്റെ പാല് കാച്ചലിന് മുഖ്യമന്ത്രിയും മന്ത്രി രാജനൊക്കെ വരണമെന്ന് സ്നേഹപൂർവ്വം ക്ഷണിക്കാൻ പോയതാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഇനിയൊരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഈ ഗവൺമെൻറ് തന്നെ അധികാരത്തിൽ വരുമോ എന്നറിയില്ല. അപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചരണ കാലഘട്ടമാണ്. അതിനുള്ളിൽ തന്നെ അവരുടെ വീട് പണിയൊക്കെ പൂർത്തിയായി കഴിയുമ്പോൾ ആ ചടങ്ങ് നടത്തും. അതിനുവേണ്ടി ഇവരെ ക്ഷണിക്കാൻ വേണ്ടി പോകുന്നതിൽ എന്താണ് തെറ്റ്? ഒരു മനുഷ്യരെ ചേർത്ത് നിർത്തിയ ഒരു ഗവൺമെൻറ്റിനെ ക്ഷണിക്കുന്നതിൽ എന്താണ് തെറ്റ്? അതിലെന്ത് രാഷ്ട്രീയമാണ് ഉള്ളത്? ചില മീഡിയ പേഴ്സണെങ്കിലും ചില അവതാരകർക്കെങ്കിലും അതിൽ രാഷ്ട്രീയം കാണാൻ കഴിയുന്നുണ്ട്. അക്കൂട്ടത്തിൽ ഒരാളാണ് സ്മൃതി പരുത്തിക്കാടും എന്നുള്ളതാണ് സത്യം. അവർക്ക് ഈ രാഷ്ട്രീയത്തിനോട്, ഇപ്പോഴത്തെ സർക്കാരിൻ്റെ രാഷ്ട്രീയത്തിനോട് കടുത്ത വിരോധമുണ്ട് എന്നുള്ള കാര്യത്തിൽ നമുക്ക് തർക്കമില്ല. അത് അവരെ വീക്ഷിക്കുന്നവർക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. അത് അവർ മാത്രമല്ല, മറ്റു മീഡിയകളിലെ പല അവതാരകർക്കുണ്ട്. ഈ സർക്കാരിനെ പിന്തുണയ്ക്കുന്ന ചില രാഷ്ട്രീയ അവതാരകരുണ്ട്. പക്ഷെ അതിനെല്ലാം ഒരു പരിധിയുണ്ട്. അതിവൈകാരികമായി വീറും വാശിയും ഈ രാഷ്ട്രീയ നേതാക്കളൊക്കെ പറയുന്നതിനേക്കാൾ വളരെ വീറും വാശിയോടും കൂടി ഇവർ പൊരിഞ്ഞ തല്ല് നടത്തുമ്പോൾ അത് പലപ്പോഴും അരോചകമാകും, അത് മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നതാകും എന്നവർ മറന്നു പോകുന്നുണ്ട്. അതാണ് ഇവിടെയും സംഭവിച്ചത്. ദുരന്തബാധിതരായ മനുഷ്യരുടെ സ്നേഹപ്രകടനത്തിനെ നാടകമായി ചിത്രീകരിച്ചിരിക്കുകയാണ്. ആ നാടകത്തിലെ പ്രധാന കഥാപാത്രങ്ങൾ ആ ദുരന്തബാധിതരാണ്. മുഖ്യമന്ത്രിയും രാജനും ഒക്കെ അതിന് കരുവായി എന്നേ ഉള്ളൂ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നികുതിപ്പണം കൊണ്ട് ചെയ്തു കൊടുത്തതാണ്. ആ നികുതിപ്പണം കൊണ്ട് ചെയ്തു കൊടുക്കുന്നതിന് നല്ലൊരു മനസ്സ് വേണം. അങ്ങനെ മനസ്സുള്ളവരെയാണ് ജനം ചേർത്ത് പിടിക്കുക. അവരെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന ഒരു സൈബർ അറ്റാക്ക് രീതി എന്തുകൊണ്ടും ഒരു അഭികാമ്യമല്ല എന്നുള്ളത് തന്നെയാണ് ശരി. വസ്തുതകൾ പറഞ്ഞ് അവരെ എതിർക്കാം. ഇത് രാഷ്ട്രീയമല്ല, അത് ആ ജനങ്ങളുടെ, അവിടുത്തെ മനുഷ്യരുടെ സ്നേഹപ്രകടനമാണ് എന്നുള്ളത് നമുക്ക് പറഞ്ഞു വെക്കാം. അതിൻ്റെ കൂടെ തന്നെ ആയിരിക്കും നമ്മുടെ പ്രേക്ഷകരും എന്നുള്ള വിശ്വാസത്തിൽ നിർത്തട്ടെ. മറ്റൊരു വിഷയമായി മറ്റൊരു എപ്പിസോഡിൽ കാണുന്നവരെ താങ്ക് യു.